ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ദയാ സുജിത്തിന്റെയും ചേച്ചിയുടെ പേര് ഷഫീന താത്ത. അപ്പൊ അവര് വീഡിയോയെ കുറിച്ച് നമ്മുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് താഴെ പറയാം. നമ്മുടെ അഭിപ്രായം അറിയിക്കാന്നാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ പേര് സൗമ്യ മകേഷ് എന്നാണ്. മോളുടെ പേര് അനീഷ. അനീഷ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതുകൂടെ ഊരിട്ടില്ല അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറയാം എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണ്. പറയൂ നിന്റെ അഭിപ്രായം. അഭിപ്രായം ആ ചേച്ചി പറഞ്ഞു, സ്ത്രീയല്ലേ, നമുക്ക് ഒരു അല്പ റെസ്പെക്ട് ബഹുമാനിക്കണ്ടേ? സ്ത്രീയല്ലേ അവര്. ഇല്ല ചേച്ചി താത്ത ഇപ്പൊ ചേച്ചി പറഞ്ഞെന്ന് വെച്ചാൽ സംഭവം നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട രീതിക്ക് പറയാം. പക്ഷെ ഇത് കുറച്ച് അല്ലേ കൂടിപ്പോയി. അല്ലല്ല ഇത്രയ്ക്ക് പറയാം. പക്ഷെ ഇത് കുറച്ച് വേണ്ടായിരുന്നു ചേച്ചി. നമുക്ക് സ്ത്രീയല്ലേ അവരെ പറയുമ്പോഴത്തേക്കും കുറച്ച്. മഞ്ജുപിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജുപിള്ള എന്നെ മുക്കി കയറ്റും എന്നൊക്കെ പറഞ്ഞു. മഞ്ജുപിള്ള എന്നെ മുക്കി കയറ്റാൻ ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നോ എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ ഇവർ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടനയില് അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴ് അല്ല അഭിപ്രായം ഒരാളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരെ മാത്രമായിട്ട് അങ്ങനെ വിളിച്ചോ മെസ്സേജ് അയച്ചോ അങ്ങനെ എന്തെങ്കിലും പറയും. പക്ഷെ ഇവര് പൊതുവായിട്ട് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി കേൾക്കുന്നതാണ്, കുട്ടികൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു രീതിയിൽ മാന്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള അഭിപ്രായം പറയണം. ഇപ്പം അഭിപ്രായം പറയുക എന്നുള്ളത് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നുള്ളതല്ല അഭിപ്രായം പറയുക എന്നുള്ളത്, അല്ലേ? അതാകുമ്പോൾ നമുക്ക് വസ്ത്രധാരണ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് അല്ലാതെ വസ്ത്രധാരണ എന്ന് പറയുമ്പോഴത്തേക്കും അവരെ നമുക്ക് മെസ്സേജ് അയച്ചാലും ഏതെങ്കിലും രീതിയിൽ അറിയിക്കുമ്പോൾ ഇത് മോശമായി പോയി കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള രീതിക്ക് ആകാം. അതാണ് അഭിപ്രായം. എന്തോ ചുരുക്കമുണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞത്. അല്ലാതെ പ്രശ്നം ഇവർക്ക് എന്തോ വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമുണ്ട്. അതിന്റെ പേരിൽ ഇവർ വന്ന് ഒന്ന് ചൊറിഞ്ഞു നോക്കിയത്. അതിന് ഈ 3 വർഷം മുമ്പേ ഉള്ള ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ചുരുക്കുന്നത് ഒരുപാട് പേരുടെ കമന്റ് കണ്ടു. നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചുരിദാർ ഇടാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അതുപോലെ ഇവരുടെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ട വ്യക്തിയാണ് ഇവര്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരുടെ നാട്ടിൽ ഇവർ ആദ്യമായിട്ട് ചുരിദാർ ഇട്ട സമയത്ത് ഇവരെ ഒരുപാട് ആൾക്കാർ വിമർശിച്ചിരുന്നു, കുറ്റം പറഞ്ഞിരുന്നു. പക്ഷെ അവര് അത് കണ്ടിന്യൂ ചെയ്തത്. അതേ വ്യക്തി തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് വേറൊരാളെ കുറ്റം പറയുന്നത്. ഞങ്ങൾ ബുദ്ധിമുട്ടണോ എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കായ്മ കൊണ്ടാണ്. അപ്പൊ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കൃത്യമായിട്ട് കേൾക്കാം, ചെവി തുറന്ന് കേൾക്കാം. എല്ലാരും ചെവി തുറന്ന് കേട്ടതുകൊണ്ടാണ് എല്ലാരും ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ബാക്കി പറ. സൈക്കിൾ ഓടിച്ചിരുന്ന സമയത്ത് എന്നെ വണ്ടിയിൽ വന്ന് ഇടിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇന്ന് ഒത്തിരി പേര് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഇത്രയുള്ള വീഡിയോ. ഇപ്പോ നീ പറ, ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? പറ. ഉണ്ട്, ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വന്നിരുന്നു കൊണ്ട് ഇപ്പം മെമ്പർഷിപ്പ് ലൈവ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മെമ്പർഷിപ്പ് ലൈവ്, പിന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട്, മറ്റേ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഉണ്ട്. അപ്പം അതിലൊക്കെ വന്നിരുന്ന് ഈ തുണി പറിച്ചെറിഞ്ഞിട്ട് സംസാരിക്കുന്നതും ഓരോന്നൊക്കെ കാണിക്കുന്നതും അതിനോടൊന്നും യോജിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് അവരുടെ ഒരു പാഷൻ, ഒരു ജോലിയായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസൊക്കെ. നമുക്ക് ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സംഭവം ആ കൊച്ചിന് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കണ്ടോണ്ടിരിക്കും. അപ്പം നല്ല നല്ല ഭംഗിയുണ്ട്. അപ്പം നല്ലതായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പം മഞ്ജു ചേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി കഷ്ടപ്പെട്ട് അവര് മോളും സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും മോളായാലും അങ്ങനെ തന്നെയാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരാണ്, മനസ്സിലായില്ലേ? അതേപോലെ ഇപ്പൊ ഇവര് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കാർ എത്രത്തോളം ഹേർട്ട് ആവും എന്നുള്ളത് ചിന്തിക്കണം. ഇപ്പൊ മര്യാദയ്ക്കുള്ള രീതിയിലായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ഇവരുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇമാതിരി രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്ന ഇവരെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സെക്കൻഡ് എനിക്കൊരു അവസരം നമ്മളാണെങ്കിൽ
വീട്ടിൽ സംസാരിക്കുന്ന രീതിക്ക് പൊതുവായി കുറേ പേര് ഇങ്ങനെ കാണുന്ന വീഡിയോസിൽ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളെ കുഞ്ഞിനെ മാത്രം പറഞ്ഞാൽ പ്രശ്നം ഇതെന്നല്ല, സാധാരണ ആൾക്കാരെ പറയണതും അവർക്കും വിഷമം ഉണ്ടാവും. അല്ലാതെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മോളെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്ക് മാത്രമേ വിഷമാവൂ എന്നല്ല. ഈ സാധാരണക്കാരെ നമ്മളെ പറഞ്ഞാലും നമുക്കത് വിഷമം ഉണ്ടാവും. അതെ, പക്ഷെ ഇത് പൊതുവായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മയത്തിലൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഇത് പറഞ്ഞത് കുറച്ച് മോശമായിട്ടുള്ള കുറച്ച് അറിയാൻ പറ്റും. അതെ, ചേച്ചി പറഞ്ഞിട്ടുണ്ട് സംസ്കാരം എന്നത് വസ്ത്രധാരണത്തിലാണെന്ന്. വസ്ത്രധാരണത്തിൽ മാത്രമല്ല, നമ്മുടെ വാക്കുകളിലും കൂടെയാണ്. അതായത് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കണം. പക്ഷേ ചേച്ചി ഒരുപാട് അങ്ങ് ഇതായിപ്പോയി. അപ്പോൾ വസ്ത്രധാരണം മാത്രമല്ല നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസാര രീതിയും കൂടെയാണ്. യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തിയിടുക. പുതിയ വീഡിയോസ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.